സോ ഇന്ന് നമ്മൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്. അപ്പോൾ എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ്, അതിന് ഇന്നത്തെ കാലത്ത് ഇത്രയധികം ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ വി ആർ ഗോയിങ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബിസിനസ് അനാലിസിസ്. അപ്പോൾ ബിസിനസ് അനാലിസിസിൽ തുടക്കം എന്ന് പറയുന്നത് ഇറ്റ് ബിഗിൻസ് വിത്ത് ഡാറ്റാ സെറ്റ്സ്. ഡാറ്റാ സെറ്റ്സിലൂടെയാണ് ബിസിനസ്സിൻ്റെ ആ ഒരു അനാലിസിസ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡാറ്റാ സെറ്റ്സ്? ഡാറ്റാ സെറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് സെറ്റ് ഓഫ് ഡാറ്റ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റയുടെ സെറ്റിനെയാണ് നമ്മൾ ഡാറ്റാ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം എല്ലാ കമ്പനികളുടെ കയ്യിലും ഇഷ്ടം പോലെ ഡാറ്റ അവൈലബിൾ ആണ്. ഈ ഡാറ്റയാണ് നമ്മൾ ഡാറ്റാ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഒരു ദിവസം ഒരു 1000 കസ്റ്റമേഴ്സെങ്കിലും വരുന്നുണ്ടാവും. അപ്പോൾ ആ കമ്പനിയുടെ കയ്യിൽ ഈ 1000 കസ്റ്റമേഴ്സിൻ്റെ ബിൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജെൻഡർ വൈസ് ക്ലാസിഫിക്കേഷൻ നടത്താം, അതുപോലെ അവർ വാങ്ങിച്ച പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്റ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ നടത്താം, അതുപോലെ അവരുടെ ബില്ലിൻ്റെ എമൗണ്ട് വെച്ചിട്ട് ആ ഒരു എമൗണ്ട് വൈസ് ക്ലാസിഫിക്കേഷൻ നടത്താം, അതുപോലെ അവർ എന്തെല്ലാം പ്രോഡക്ട്സ് എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് വെച്ച് ക്വാണ്ടിറ്റി വൈസ് അനാലിസിസ് നമുക്ക് നടത്താം. ഇങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ ബില്ല് ബാക്കിയുള്ള കസ്റ്റമറുടെ ബില്ലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ അനാലിസിസ് നടത്താൻ സാധിക്കും. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് ഒക്കെ നടത്തുന്നത്? നമ്മൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക്, ഈ പറയുന്ന കല്യാൺ കമ്പനിക്ക് തന്നെ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊക്കെ പ്രോഡക്റ്റ്സാണോ ഏറ്റവും കൂടുതൽ നന്നായി മൂവ് ചെയ്യുന്നത്, ഏത് പ്രോഡക്റ്റ്സാണ് ആൾക്കാർ വാങ്ങിക്കാത്തത്, ഏത് പ്രോഡക്റ്റ്സാണ് ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി കസ്റ്റമേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതൊക്കെ ഒരു കമ്പനിക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ്സ് ആകുമ്പോൾ അവർക്ക് അതിന് റീസ്റ്റോക്ക് ചെയ്യാനും അതിൻ്റെ ഇൻവെൻറ്ററി ലെവൽ കുറച്ചും കൂടെ അവർക്ക് സ്പീഡപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ സ്ലോ മൂവിങ് പ്രോഡക്റ്റ്സ് ഒക്കെ ആണ് എങ്കിൽ ആ സ്ലോ മൂവിങ് പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോഷണൽ മെഷേഴ്സ് അവർക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കാൻ ഈ ബിഗ് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ബിസിനസ് ഡാറ്റ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രോസസ് ആൻഡ് സ്റ്റോർ ദ ഡാറ്റ സെറ്റ്സ്. ഡാറ്റ സെറ്റ്സ് സ്റ്റോർ ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും നമ്മൾ കമ്പ്യൂട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബിഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ സാധാരണ സോഫ്റ്റ്വെയർസിനൊന്നും ആ ബിഗ് ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിന് ബിഗ് ഡാറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ സ്പെഷ്യലായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ഹൈ കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ബിഗ് ഡാറ്റ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ബിഗ് ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂജ് വോളിയൂം ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ലാർജ് വോളിയൂം ഓഫ് ഡാറ്റയാണ് ഉദ്ദേശിക്കുന്നത്. Then analytics means the use of data, information technology, statistical analysis, quantitative method, mathematical or computer-based models to help managers gain improved insight about their business operations and make better decisions. അപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡാറ്റാ സെറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുകയും കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി അതിനെല്ലാം ഡാറ്റയായി കൺവേർട്ട് ചെയ്യുകയും ഈ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ് ചെയ്തിട്ട് ആ ഡാറ്റയെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ടൂളൊക്കെ അപ്ലൈ ചെയ്ത് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ബിസിനസ്സിന് ആവശ്യമുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് അനാലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സ്. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിനെ കുറിച്ച് തന്നെയാണ്. ഇത് ഞങ്ങളൊരു 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, എന്നാലും ഒന്നും കൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? പുതിയ ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യം വരുന്നതാണ് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ സൈസും വളരെ അധികം പവർഫുള്ളുമായിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ്. അപ്പോൾ എത്ര വലിയ ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിലും അതിന് വളരെ നിഷ്പ്രയാസം ആ ഡാറ്റാ സെറ്റിനെയൊക്കെ അനലൈസ് ചെയ്യുകയും അതിൽ നിന്നും മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ ടുഡേയ്സ് കമ്പ്യൂട്ടേഴ്സ് ആർ വെരി മച്ച് ഫാസ്റ്റർ ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് പെർഫോമിങ് വെരി കോംപ്ലെക്സ് കാൽക്കുലേഷൻസ് വെരി ഫാസ്റ്റ്. വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള എന്ത് കാൽക്കുലേഷനും വളരെ സ്പീഡിയർ ആയിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ട്. ദെൻ
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സി പി യുടെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ സ്പീഡിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്പീഡിലാണ് എല്ലാ ഡാറ്റയുടെയും പ്രോസസ്സിങ് നടക്കുന്നത്. ഈ ഡാറ്റ ഇത്രയും ഹൈ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് നമ്മൾ അളക്കുന്നത് മൈക്രോ സെക്കൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്, അല്ലാതെ മിനിറ്റുകളുടെയോ അവറുകളുടെയോ അടിസ്ഥാനത്തിലല്ല കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് നമ്മൾ അളക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അളക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷർ എന്ന് പറയുന്നത് മൈക്രോ സെക്കൻഡ്സ് ആണ്. ദെൻ ആക്യുറസി, കമ്പ്യൂട്ടേഴ്സ് ആർ വെരി ആക്യുറേറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ആക്യുറസിയെ നമ്മൾ പറയാറ് ജിഗോ എന്നുള്ളതാണ്, അതായത് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ എന്തോ തെറ്റുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഔട്ട്പുട്ടിൽ ഒരിക്കലും ഒരു തെറ്റ് വരില്ല. അപ്പോൾ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്നുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു കോൺസെപ്റ്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന ഔട്ട്പുട്ടും കറക്റ്റ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് കമ്പ്യൂട്ടർ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് 2 സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ഒന്ന് ഇൻറ്റേർണൽ സ്റ്റോറേജ് കപ്പാസിറ്റിയും പിന്നൊന്ന് എക്സ്റ്റേർണൽ സ്റ്റോറേജ് കപ്പാസിറ്റിയും. ഈ ഇൻറ്റേർണൽ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും, സി പി യുടെ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ നമുക്ക് എക്സ്റ്റേർണൽ സ്റ്റോറേജ് ഡിവൈസസ് യൂസ് ചെയ്യാം. അതായത് എക്സ്റ്റേർണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേർണൽ പെൻ ഡ്രൈവ്സ് പോലെയുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഹാർഡ് ഡിസ്ക് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യിക്കാൻ സാധിക്കും. ദെൻ ദ ഇൻറ്റേർണൽ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ CPU അതാണ് ഇപ്പോൾ പറഞ്ഞത്, ഹാസ് ഓൺലി ലിമിറ്റഡ് കപ്പാസിറ്റി. പക്ഷേ നമുക്കതിനെ എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാൻ ബൈ യൂസിങ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ബൈറ്റ്സിലാണ്. 1 ബൈറ്റ് ഈസ് 1 ക്യാരക്ടർ ഓഫ് ഇൻഫർമേഷൻ. ഒരു ക്യാരക്ടർ ഇൻഫർമേഷനെ നമ്മളാണ് 1 ബൈറ്റ് എന്ന് വിളിക്കുന്നത്. 1 ബൈറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് 8 ബിറ്റ്സ്. 8 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. ആൻഡ് 1 കിലോ ബൈറ്റ് ഈസ് 1024 ബൈറ്റ്സ്. 1024 ബൈറ്റ്സിനെയാണ് നമ്മൾ 1 കിലോ ബൈറ്റ് എന്ന് വിളിക്കുന്നത്. കിലോ ബൈറ്റ് കഴിഞ്ഞാൽ അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഡിനോമിനേഷൻ മെഗാബൈറ്റ് ആണ്. മെഗാബൈറ്റിനേക്കാളും ഹയർ ഡിനോമിനേഷനാണ് ജിഗാബൈറ്റ്. ജിഗാബൈറ്റിനേക്കാളും ഹയർ ഡിനോമിനേഷനാണ് ടെറാബൈറ്റ്. അങ്ങനെ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ പല രീതിയിൽ മെഷർ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കാറുള്ളതാണ് ജിഗാബൈറ്റ്, GB എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു കപ്പാസിറ്റി, ഡാറ്റ കപ്പാസിറ്റിയൊക്കെ നമ്മൾ GB പറയുക. അതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റിയൊക്കെ നമ്മൾ GB പറയുക, അല്ലേ? 16 GB അല്ലെങ്കിൽ 32 GB, 64 GB, ഇങ്ങനെ ജിഗാബൈറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ മൊബൈൽ ഫോൺസിൻ്റെ ആയാലും ലാപ്ടോപ്പിൻ്റെ ആകുമ്പോൾ ടെറാബൈറ്റിലാണ് നമ്മൾ പറയുക, TB നമ്മൾ പറയുക. മൊബൈൽ ഫോണിൻ്റെയൊക്കെ കപ്പാസിറ്റി നമ്മളിപ്പോഴും GB പറയാറ്. അപ്പോൾ ഈ GB, TB, KB, MB ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ്സാണ്. പിന്നെ വരുന്നതാണ് വേഴ്സറ്റാലിറ്റി. വേഴ്സറ്റൈൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്. മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയും. അപ്പോൾ കമ്പ്യൂട്ടറിന് അറ്റ് എ ടൈം ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ടാസ്കേ പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊന്നുമില്ല. അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ടാസ്ക് പെർഫോം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കമ്പ്യൂട്ടേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ എന്ത് വിളിക്കുന്നത്, വെഴ്സറ്റൈൽ ഇൻ നേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആർ കേപ്പബിൾ ഓഫ് പെർഫോമിങ് എനി ടാസ്ക് ആസ് ലോങ് ആസ് ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു എ സീരീസ് ഓഫ് ലോജിക് സ്റ്റെപ്സ്. അപ്പോൾ വളരെ ചെറിയ ലോജിക്കൽ സ്റ്റെപ്പുകളായിട്ട് അതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് എത്ര വലിയ ടാസ്കുകളും പെർഫോം ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ആൻഡ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ പെർഫോമിങ് എ വെറൈറ്റി ഓഫ് ടാസ്ക്സ്. ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ മേഖലയിൽ വളരെ സുഗമമായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ടിക്കറ്റ് റിസർവേഷന് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം.
ഇപ്പോൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ പണ്ട് നമ്മൾ അധികം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരുമ്പോഴേക്കും നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇഷ്ടം പോലെ കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസൊക്കെ നമ്മളിപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഹോസ്പിറ്റൽ സെക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടൂറിസം മേഖലകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബാങ്കുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെക്ടറുകളിൽ വളരെ സുഗമമായ രീതിയിൽ, ഇപ്പോൾ ഏത് സെക്ടറിലാണോ നമുക്ക് ആവശ്യം ആ സെക്ടറിൽ നമുക്ക് വളരെ സുഗമമായ രീതിയിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിനെ, അതായത് മൾട്ടി ടാസ്കിങ് കാരണമാണ് ഈ ഒന്നിൽ കൂടുതൽ സെക്ടേഴ്സിലെ കമ്പ്യൂട്ടേഴ്സിന് ഇത്ര നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ആ ഒരു കാലിബർ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ടാസ്ക് പെർഫോം ചെയ്യാനുള്ള കാലിബർ കമ്പ്യൂട്ടറിനുള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ സെക്ടേഴ്സിൽ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ. കമ്പ്യൂട്ടേഴ്സിന് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടെന്ന് യാതൊരു നിർബന്ധവുമില്ല. ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ആവശ്യം ഉണ്ടാവും. അതുപോലെ എന്താണ് പ്രോസസ്സ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ളൊരു ആവശ്യം ഉണ്ടാവും. അല്ലാതെ എല്ലാ സ്റ്റെപ്പിലും, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിലും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വൺസ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കമ്പ്യൂട്ടറുകൾക്കുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വളരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കമ്പ്യൂട്ടറിലെ ഡിവൈസസിലെ എല്ലാ ടാസ്കും മിക്കവാറും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് ഡെലിഗൻസ്. ഡെലിഗൻസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. കമ്പ്യൂട്ടേഴ്സ് ആർ ഹൈലി കൺസിസ്റ്റൻറ്റ്. ഒരു ടാസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതേ ടാസ്ക് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും പ്രാവശ്യം നമുക്ക് സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. ഇത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ചിലപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉത്തരമായിരിക്കും കിട്ടുക, കുറച്ച് നേരം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ ഒരു പ്രശ്നം എന്തിന് വരുന്നില്ല? കമ്പ്യൂട്ടറുകൾക്ക് വരുന്നില്ല. കമ്പ്യൂട്ടറുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു ടാസ്ക് കൊടുത്തോളൂ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം തന്നെയായിരിക്കും. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും, എത്ര സാഹചര്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഴ്സ് ആർ ഫ്രീ ഫ്രം ടയേർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. കമ്പ്യൂട്ടറിന് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ ടയേർഡ്നെസ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഇതുപോലെയുള്ള ഹ്യൂമൻ പ്രോബ്ലംസ് ഒന്നും കമ്പ്യൂട്ടറിന് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടറിന് ഒരേപോലെയുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തരാൻ സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ഇസ് കോംപ്ലക്സിറ്റി. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ കമ്പ്യൂട്ടറിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ മാനുവലി ഇമ്പോസിബിൾ ആയിട്ടുള്ള പല ടാസ്കുകളും കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ അത് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കും എത്ര ബുദ്ധിമുട്ടുള്ള വർക്കും നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്യിക്കാൻ സാധിക്കും. ദെൻ റിലയബിലിറ്റി. അപ്പോൾ റിലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ഒരു കമ്പാരിസനെയാണ് റിലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ ഫിക്സ് ചെയ്ത അതേ സ്റ്റാൻഡേർഡ് തന്നെ ആക്ച്വൽ മെഷേഴ്സിന് ലഭിക്കുന്നുണ്ട് എങ്കിൽ ദെൻ ദാറ്റ് ഈസ് റിലയബിലിറ്റി. അപ്പോൾ റിലയബിലിറ്റി ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് വിത്ത് എ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു റിലയബിലിറ്റി അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ക്യാൻ ബി എക്സിക്യൂട്ട് എനി നമ്പർ ഓഫ് ടൈംസ് വിത്ത് ദ സെയിം സെറ്റ് ഓഫ് ഡാറ്റ എനി ടൈം ദ സർവീസ് റിസീവ്ഡ് വിൽ ബി ദ സെയിം. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ എത്ര പ്രാവശ്യം കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രോസസ്സ് ചെയ്യിപ്പിച്ചാലും നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക്, അല്ലെങ്കിൽ ഇൻഫർമേഷനാണ്. ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര നമ്മുടെ കയ്യിലുള്ള ഡാറ്റ സെറ്റിനെ നമ്മൾ ഏത് രീതിയിൽ അനലൈസ് ചെയ്താലും കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും വളരെ റിലയബിൾ ആയിട്ടുള്ള ഉത്തരമായിരിക്കും. അപ്പോൾ ആ ഒരു റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറും കമ്പ്യൂട്ടറിൻ്റെ ഒരു മേജർ ഫീച്ചർ ആണ്. അപ്പോൾ നമ്മളൊരു 8 ഫീച്ചേഴ്സാണ് ഇപ്പോൾ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചറായി പറഞ്ഞത്. സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, ആക്യുറസി, സ്റ്റോറേജ്, വെർസറ്റാലിറ്റി, ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ, ഡെലിഗൻസ്, കോംപ്ലക്സിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇത്രയുമാണ് പുതിയ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മൾ പറയുന്നത്.